الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. മദനീയം പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അജ്മീരിയം ഉദ്ഘാടനവും ആണ്. മദീനയിൽ നിന്ന് അജ്മീറിലേക്ക് തിരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശമനുസരിച്ചാണ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി ഖദ്ദസല്ലാഹു സിർറഹു അവർകൾ വരുന്നത്. അജ്മീറിൽ വന്ന് അനാസാഗറിന് സമീപം തമ്പടിച്ച് ജനസേവനത്തിൻ്റെയും വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെയും സാമൂഹ്യ നവീകരണത്തിൻ്റെയും ആത്മീയ ഉത്കർഷത്തിൻ്റെയും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഈ രാജ്യത്തെ മുഴുവനും പ്രകാശിതമാക്കിയ ഖാജ, ആ ഖാജ അവരുടെ ഉറുസാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉറുസാണ് മദീനത്തുൻ നൂറിൽ വെച്ച് നടക്കുന്നത്. മദീനത്തുൻ നൂറിൽ മദനീയം അജ്മീരിയത്തിന്റെ ഭാഗമായാണ് ഇന്ന് നടക്കുന്നത്. ഏറെ ദിവസങ്ങളായി നമ്മൾ ആരംഭിച്ചിട്ടുള്ള പരിപാടികൾ ഫാമിലി മീറ്റും മഹല്ല് ഷൗഖയും അങ്ങനെ ധാരാളം പരിപാടികൾ നടന്നിട്ടുണ്ട്. ബുലന്ദ് ജണ്ടേ ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകളുണ്ട്. ഇന്നു മുതൽ ഔദ്യോഗികമായി നമ്മുടെ ഉറുസിന്റെ പരിപാടി ആരംഭിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ മദനീയം പരിപാടി നടക്കുന്നത്. നാളെയും മറ്റന്നാളും സമാഖാനിയുണ്ട്, മഹ്ളറത്തുൽ ബദ്രിയയും ഉണ്ട്. എല്ലാ ദിവസവും ഇൽമിന്റെ മജ്ലിസും ഉണ്ട്. സമാപന ദിവസം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വാർഷിക മജ്ലിസിൽ വെച്ച് നിരന്തരമായി നാം പറഞ്ഞിട്ടുള്ള, കഴിഞ്ഞ വർഷം നാം ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള നമ്മുടെ ക്യാമ്പസിന്റെ, മദീനത്തുൻ നൂറിന്റെ വികസനം, പുതിയ ക്യാമ്പസിന്റെ ലോഞ്ചിങ് ആണ്. ഖാജ അജ്മീരി തങ്ങളും മദീനത്തുൻ നൂറും തമ്മിലുള്ള ബന്ധം മദീനത്തുൻ നൂർ ആരംഭിച്ച അന്നു മുതലേ ഇവിടെ അജ്മീർ മൗലിദ് നടക്കുന്നുണ്ട് എന്നതല്ല. ഖാജ അജ്മീരിയിൽ നിന്ന് തുടങ്ങി ബാബ ഫരീദ് ഗഞ്ച് ശക്കർ, ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി ദഹ്ലവി ഖദ്ദസല്ലാഹു സിർറഹു, ബാബ ഫരീദ് ഗഞ്ച് ശക്കർ, നിസാമുദ്ദീൻ ഔലിയ, നസീറുദ്ദീൻ ചിറാഗ് ദഹ്ലവി, അങ്ങനെ വന്നിട്ട് ഖാജ ബുർഹാനുദ്ദീൻ ഗരീബ് ഔറംഗാബാദ്, ഖാജ ബന്ദേ നവാസ് ഗേസു ദറാസ്, ഗുൽബർഗ ഷരീഫ്, അങ്ങനെ സൗത്ത് ഇന്ത്യ വരെ വന്നിട്ടുള്ള ആ പ്രബോധന ശൃംഖലയാണ് ഈ നാടിനെ പ്രകാശിതമാക്കിയത്. നൂർ, ആ നൂറാണ് മദീനത്തുൻ നൂർ, പ്രകാശത്തിന്റെ നൂർ. വടകര നൂർ, ചെറുവൻ നൂർ, മുഹമ്മദുൽ ഹാജി തങ്ങൾ അവര് നടത്തുന്ന നേർച്ചയാണ് മിഅ്റാജ് നേർച്ച. മിഅ്റാജ് കഴിഞ്ഞ ദിനങ്ങളാണ് നാം ശഅബാനിലേക്ക് കടന്നു വന്നത്. ചെറുവൻ നൂറിന്റെ ആ നൂറ് പുനൂറുമായി സംഗമിച്ചപ്പോഴാണ് മദീനത്തുൻ നൂർ ഉണ്ടാകുന്നത്. ഈ മദീനത്തുൻ നൂർ തിരിച്ചു പ്രകാശിക്കുകയായിരുന്നു വടക്കോട്ട്, ബോംബെയിലേക്ക്, നാഗ്പൂരിലേക്ക്, ഹൈദരാബാദിലേക്ക്, ഡൽഹിയിലേക്ക്, അങ്ങനെ ഇന്ന് പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, വെങ്ക എല്ലാ സംസ്ഥാനങ്ങളിലും ആത്മീയ, സാമൂഹ്യ, വിദ്യാഭ്യാസ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നൂറാനിമാർ ഖാജയുടെ അജണ്ടകളെ, ഖാജ അവരുടെ ആ അജണ്ടയെ ഉയർത്തിക്കൊണ്ടുപോവുകയാണ്. അവരുടെ പ്രവർത്തനങ്ങളെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്.
അതാണ് ഈ രണ്ട് കേന്ദ്രങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ദീനിനെ പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി അമ്പിയാക്കന്മാരെ അയച്ചു, മുർസലീങ്ങൾ അയച്ചു. അവർക്ക് ശേഷം ഔലിയാക്കളെയും മഹത്തുക്കളെയും അവരുടെ കീഴിൽ അഹ്ബാബുകളായി ലോകാവസാനം വരെ ഈ വിശുദ്ധ ദീനിന്റെ വെള്ളി വെളിച്ചം എത്തിക്കാൻ അല്ലാഹു തആല ആളുകളെ നിയോഗിച്ച് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഖാദിമുകളായി മാറാൻ നമുക്ക് അവസരം ലഭിച്ചാൽ അത് വലിയ അവസരമായിട്ട് നമ്മൾ കാണണം. അൽഹംദുലില്ലാഹ്, ഓൺലൈൻ ആയിരക്കണക്കിന് ആളുകൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2000 ദിവസത്തോടടുക്കുകയാണ്. അതനീയം, മാഷാ അല്ലാഹ്, വലിയൊരു തൗഫീഖ് തന്നെയാണ്. അബ്ദുൽ ലത്തീഫ് സഖാഫി അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് പുനൂരിന്റെ പരിസരത്തു നിന്നാണ്, കാന്തപുരത്തു നിന്നാണ്. അത് ഇവിടെ നിന്നാണ് അൽഹംദുലില്ലാഹ് വളർന്നു വാനോളം ഉയരുന്നത്. നിസ്വാർത്ഥമായ ഈ ഒരു സേവനത്തിലൂടെ ജനങ്ങളെ കൊണ്ട് ദിക്ർ ചൊല്ലിക്കുക, ഖുർആൻ പാരായണം ചെയ്യിക്കുക, സ്വലാത്തുകൾ ചൊല്ലിക്കുക, അതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്യിക്കുക. മാഷാ അല്ലാഹ്, ജാമിഉൽ ഫുതൂഹിന്റെ നിർമ്മാണത്തിൽ കോടികൾ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അഹ്ലുബൈത്തിൽപ്പെട്ട സാദാത്തുക്കൾക്ക് വേണ്ടി അവർക്ക് സക്കാത്ത് പറ്റില്ല, സ്വതക്കയും പറ്റില്ല. അങ്ങനെ സാദാത്തുക്കൾക്ക് വേണ്ടി 100 ചില്ലാനം വീടുകൾ ഉണ്ടാക്കി. ഇനിയും ധാരാളം അപേക്ഷകൾ സാദാത്ത് ഭവനത്തിൻ്റെതായി നമ്മുടെ മുന്നിൽ ഉണ്ട്. നിങ്ങൾ അതിലേക്ക് ഇപ്പോഴും സ്വതക്ക ചെയ്തുകൊണ്ട് ഹദിയകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മദീനത്തുന്നൂർ ക്യാമ്പസിന്റെ ഭാഗമായി 100ഓളം വീടുകൾ അവിടെ വരുമ്പോൾ 30 വീടുകൾ നാം ദാനമായിട്ടുകൂടി ഉണ്ടാക്കുന്നതുണ്ട്. അവിടെ ചില ഭവനങ്ങൾ ഹദിയയായിട്ട് സാദാത്തുക്കൾ കൂടി ഉണ്ടാക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ആഴ്ചയിൽ തന്നെ വീടുകളുടെ പണി ആരംഭിക്കും. റമദാൻ കഴിയുന്നതോടുകൂടി ഹജ്ജിന് മുമ്പായിട്ട് 10-30 വീടുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പൂർത്തിയാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ മഹത്തായ ഒരു ദൗത്യം ഉർസെ അജ്മീർ എന്ന് പറയുന്ന ഈ പദ്ധതിയിലേക്ക് ധാരാളം ആളുകൾ നേർച്ചകൾ ചെയ്യുന്നുണ്ട്, സംഭാവനകൾ അർപ്പിക്കുന്നുണ്ട്. അതിന്റെ കാരണം ഹാജ അവറുകളുടെ മിഷനിലേക്ക് നേർച്ചയാക്കിയിട്ട് ആ യഥാർത്ഥ മിഷൻ ചലിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അജ്മീറിൽ പോയാൽ അവിടെ തീർച്ചപ്പെട്ടികളുണ്ട്, ഖാദിമീങ്ങളുടെ വലിയൊരു സംഘങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് വേറിട്ട പരിപാടികളുണ്ട്. എന്നാൽ കൃത്യമായി ഒരു സാമൂഹ്യ പരിഷ്കരണത്തിന്റെയും ദീനീ പ്രവർത്തനത്തിന്റെയും ആത്മീയോത്കർഷത്തിന്റെയും ഒരു പ്രവർത്തനത്തിലേക്ക് നൽകുക എന്നുദ്ദേശിച്ചുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഇവിടേക്ക് ആളുകൾ സംഭാവനകൾ നൽകുന്നത്. ഈ പരിപാടികൾ നടത്താനും ഇവിടെ നടത്തുന്ന അന്നദാന കർമ്മങ്ങൾക്കും മറ്റും മാത്രമല്ല, ഇന്ത്യ മുഴുക്കെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സേവന പ്രവർത്തനങ്ങൾക്ക് കൂടിയാണ് ഇവിടെ ആളുകൾ നേർച്ചയാക്കുന്നത്. അൽഹംദുലില്ലാഹ് അതിലേക്ക് ആളുകൾ സംഭാവനകൾ നൽകിയിട്ട് ഖാജ അവറുകളുടെ പൊരുത്തം നേടുകയും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുകയും അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കുന്ന ഈ നേർച്ചകളിലൂടെ ഇബാദത്തുകളിലൂടെ ഈമാൻ ശക്തിപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ഒരുപാട് മുഅ്മിനീങ്ങൾ അവരുടെ ആവശ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച സന്തോഷ വാർത്തകൾ നമ്മെ അറിയിക്കുന്നുണ്ട്. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായതും വീടില്ലാത്തവർക്ക് വീടെളുപ്പമായതും ജോലിക്ക് സൗകര്യങ്ങൾ അല്ലാഹു തആല എളുപ്പമാക്കി കൊടുത്തതും എല്ലാം അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നൽകുന്നതിനാലാണ്. നമ്മൾ നേർച്ചകൾ ചെയ്യേണ്ടത്, നാം നിസ്കരിക്കേണ്ടത്, ഖുർആൻ പാരായണം ചെയ്യേണ്ടത്, മറ്റേത് ഇബാദത്ത് ചെയ്യുന്നതും റിളാഉ റബ്ബിൽ ആലമീൻ അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടാണ്. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല.
ആ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ബൈ പ്രൊഡക്റ്റ് ആണ്. അത് അല്ലാഹു തആല നൽകുന്നതാണ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് 24-ാം തീയതി വിശദമായി സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ കൂടുതലായി നീട്ടി പറയുന്നില്ല. अल्हम्दुलिल्लाह, आज हमारे साथ इस प्रोग्राम में बहुत दूर से चेन्नई से ड्राइव करके हुए आए हैं जनाब फरहान साहब. अल्लाह ताला इनके सफ़र कबूल फरमाए. അദ്ദേഹം മദ്രാസിൽ നിന്ന് വണ്ടി ഓടിച്ചു വന്നതാണ് 700 കിലോമീറ്ററോളം. അല്ലാഹു അദ്ദേഹത്തിന്റെ യാത്ര കബൂൽ ചെയ്യട്ടെ, ബറക്കത്ത് ചെയ്യട്ടെ. ഇനി ഒരുപാട് ആളുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് 24-ാം തീയതിയിൽ വരാനുണ്ട്. ഈ ഉറുസെ അജ്മീർ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉറുസെ അജ്മീർ പ്രോഗ്രാമിലേക്ക് നേർച്ചകളും സംഭാവനകളും അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബാർകോഡും ഗൂഗിൾ പേ നമ്പറും മറ്റുമൊക്കെ മദനീയത്തിന്റെ പേജിൽ അതിൻ്റെ ഒരു ലൗഹിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും അത് കണ്ട് നോക്കി ഈ മഹത്തായ സംരംഭത്തിന് മഹത്തായ ഖിദ്മാത്തുകൾക്ക് വേണ്ടി സംഭാവനകൾ അർപ്പിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ, ദോഷങ്ങൾ പുറത്തു തരട്ടെ, രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ, മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ അല്ലാഹു തആല സന്തോഷമാക്കി കൊടുക്കട്ടെ. എൻ്റെ അയൽവാസി കാന്തപുരത്തെ വെങ്ങളത്ത് സൊഫിയ ഉമ്മ എന്നിവർ കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത്. അല്ലാഹു അവരുടെ ഖബറിടം സന്തോഷമാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഈ നാടുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പലരും മരിച്ചു പോയിട്ടുണ്ട്. ഈ നമ്മുടെ ഏറ്റവും തൊട്ടടുത്ത ഒരു അയൽവാസി ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് മരണപ്പെട്ടു പോയത്. അല്ലാഹു അവരുടെ എല്ലാം ഖബറുകൾ സന്തോഷമാക്കട്ടെ, റാഹത്താക്കട്ടെ. ഇൻഷാ അല്ലാഹ് വിശദമായ ദുആകൾ ലത്തീഫ് സുക്കാഫിയുടെ ദുആ വരും ദിവസങ്ങളിലെല്ലാം ദുആയുടെ മജ്ലിസുകളും ധാരാളമായി ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനത്തിൽ ഈ മഹത്തായ ഉർസ് പരിപാടികളുടെ ചതുർദിന പരിപാടികളുടെ തുടക്കം ഇന്ന് കുറിക്കുകയാണ്, ഉദ്ഘാടനം ചെയ്യുകയാണ്. നാളെയും മറ്റന്നാളും എല്ലാം നടക്കുന്ന പകലും രാത്രിയുമുള്ള വിവിധങ്ങളായ പരിപാടികളിൽ എല്ലാവരും സംബന്ധിച്ച് ഈ പരിപാടിയുടെ പുണ്യവും ബറക്കാത്തുകളും നേടണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നൂറാനിമാർ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും അവരിതിലേക്ക് അരി സംഭാവന ചെയ്തിട്ടുണ്ട്, വേറെ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. ഗുലിസ്ഥാനികൾ അതേ രീതിയിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഓഫ് ക്യാമ്പസുകളും ക്യാമ്പസിന്റെ മാനേജർമാരും അവിടുത്തെ പാരന്റ്സും ഒക്കെ ആയിട്ട് മദീനത്തുന്നൂർ വലിയ ഒരു വടവൃക്ഷമാണ്. ഈ സഹായിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉറുസെ അജ്മീർ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.